എന്താ പേര്? കൃഷ് ജയശങ്കർ, പുത്തേഴ്ത്ത് ഹൗസ്. എന്തു പറ്റിയടാ? എനിക്കൊന്നും അറിയില്ല. പണം അപഹരിക്കാനുള്ള ശ്രമമായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കാം, അല്ലേ ഡോക്ടർ? ഹേയ്, ശ്രീധരനെ രക്ഷപ്പെടുത്തി തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചാൽ പണമടങ്ങിയ ബാഗ് കാഷ്വാലിറ്റിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരാണ് അയാൾ? പുറത്ത് നിപ്പുണ്ട്. ഹലോ, നീ ആ പുത്തേഴത്തെ കാര്യസ്ഥനല്ലേ? അതെ, പക്ഷേ കിഴക്കെടുത്ത സാറിനെ രക്ഷിച്ചതും ഇവിടെ കൊണ്ടുവന്ന് ബ്ലഡ് കൊടുത്ത് സഹായിച്ചതും ഞാനല്ല. പിന്നെ പുത്തേഴത്തെ ജയശങ്കർ സാറാണ്. അഡ്വക്കേറ്റ് ജയശങ്കറോ? അതെ. അയാളെന്തിനാ ശ്രീധരേട്ടനെ? ഒരിക്കല് സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളല്ലേ സാർ. എത്ര ശത്രുത പുറത്തു കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളില് ആ സഹോദര സ്നേഹം കാണാതിരിക്കുമോ? അതുകൊണ്ടാണല്ലോ ബന്ധുക്കൾ എത്തിയതിനു ശേഷമേ ആശുപത്രി വിട്ടു പോകാൻ പാടുള്ളൂ എന്നും പറഞ്ഞ് എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ട് പോയത്. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പുത്തേഴത്തെ ശങ്കരൻ നായർ സാർ പറഞ്ഞേൽപ്പിച്ചതാ. 2 കുടുംബങ്ങൾ ഒന്നിച്ചിന്ന് പണി കഴിപ്പിച്ച് പ്രതിഷ്ഠ നടത്തിയ ഭഗവതി ക്ഷേത്രം പൂജാതി കർമ്മങ്ങളില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2 വീട്ടിലും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും. ഭഗവതിയുടെ കോപാണെന്ന പുത്തേഴത്തെ ശങ്കരൻ നായർ സാറ് പ്രശ്നം വെച്ച് പറയാൻ കഴിഞ്ഞത്. വരുന്ന കാർത്തികേടന്ന് വാര്യർ സാറിനോടൊപ്പം ഭഗവതിക്കൊരു സന്ധ്യാദീപം തെളിയിക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അങ്ങയുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ വിദ്വേഷങ്ങളും മറന്ന് ഭഗവതിയുടെ കാര്യത്തിന് ഒരുമിക്കാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. മറുപടി ഉടനെ പറയണ്ട, ആലോചിച്ച് തീരുമാനിച്ചിട്ട് മതി. എന്തായാലും അദ്ദേഹം അമ്പലനടയിൽ സാറിന് വേണ്ടി കാത്തിക്കും. വരട്ടെ സാർ. തെങ്ങിന് തടം എടുക്കണ്ട. അപ്പുറത്തെ വീട്ടിലെ വാര്യർ സാറിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. വാര്യർ സാറ് നിങ്ങൾ തമ്മിലുണ്ടായ പഴയ സൗഹൃദത്തിന്റെ കഥകള് ഓരോന്നോരോന്നായി പറയുന്ന കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇപ്പോഴും ആ മനസ്സ് നിറയെ സാറിനോടുള്ള സ്നേഹ. വരുന്ന കാർത്തികേടന്ന് ഭഗവതിയുടെ മുമ്പില് ഒരുമിച്ച് നിന്ന് സന്ധ്യാദീപം തെളിയിക്കാൻ വരുമോ എന്നദ്ദേഹം ചോദിക്കാൻ പറഞ്ഞു. ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. എന്തായാലും അമ്പലനടയിലെ വാര്യസാർ കാത്തേക്കും പഴയ കൂട്ടുകാരന് വേണ്ടി. ഇന്ന് തൃക്കാർത്തിക. എൻ്റെ ഇതുവരെയുള്ള ശ്രമങ്ങൾ പാഴായില്ലെങ്കിൽ പുത്തേഴത്തെ ശങ്കരൻ നായരും കിഴക്കേടത്തെ കൃഷ്ണവേരും കൂടി കാർത്തിക ദീപം തെളിയിക്കാൻ ഈ അമ്പലമുറ്റത്തെത്തും. ഞാൻ കാരണം പിരിഞ്ഞുപോയ ആ സുഹൃത്തുക്കൾ വീണ്ടും ഒരുമിക്കുന്ന മുഹൂർത്തം നേരിൽ കാണാനുള്ള അവസരം നീ ഉണ്ടാക്കി നിറഞ്ഞ സന്തോഷത്തോടെ പുറപ്പെട്ടതാ ഞാൻ. അവര് വരാതിരിക്കോടാ. വരാതിരുന്ന ഞാൻ തോറ്റു. പുത്തേഴത്തെ കാറാണല്ലോ. കൂടെ ഏതാടാ പെങ്കൊച്ച്? ശ്രീബാല, മാധവേട്ടന്റെ മോളാ. ഓ, ഈ കാർന്നൂർ എവിടെ പോയാലും ബോബന് മോളിലെ പട്ടിയെ പോലെ ഈ കുട്ടി ഉണ്ടാവും. പുത്തെഴുത്ത കാർന്നൂര് വന്നിട്ട് അച്ഛൻ വന്നില്ലെങ്കിൽ അച്ഛനെങ്ങോട്ടാ? ഞാൻ എൻ്റെ അച്ഛനെ ശരിക്കൊന്നും കണ്ടോട്ടേടാ. അച്ഛൻ അച്ഛൻ്റെ അച്ഛനെ കണ്ടോ? അച്ഛൻ്റെ അച്ഛൻ അച്ഛനെ കണ്ടാ കുഴപ്പാ. എന്താച്ചാ ദാ കണ്ടില്ലേ, 2 പേരും അംബാനി സഹോദരന്മാരെ പോലെ കൊമ്പ് കോർക്കാൻ നിൽക്കണത്. ഇനിയാണ് എൻ്റെ റോള്. അച്ഛനോട് നിൽക്കുക.
എല്ലാ വിദ്വേഷങ്ങളും മറന്ന് രണ്ടാളും കൂടി ഈ കാർത്തിക ദീപം ആ കൽവിളക്കിലും തെളിയിച്ചാട്ടെ. ആ. ഏയ്, ബാല ഇവിടെ നിന്നാ മതി. അവിടെ അവര് രണ്ടാളും മാത്രം മതി. ശരിക്കും നിങ്ങൾ ആരാ? എനിക്കല്ലല്ലോ ഇവിടെ പ്രസക്തി, ദാ അവർക്ക്. ഇങ്ങനൊരു അസുലഭ മുഹൂർത്തം എനിക്കിവിടെ ഒരുക്കാൻ കഴിഞ്ഞത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ നന്മയും സ്നേഹവും കാരണം. ബാല സ്നേഹബന്ധങ്ങളെ മാനിക്കുന്ന ഒരു നല്ല കുട്ടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വിവരം മറ്റാരും അറിയരുത്. ആ ഞാൻ വരട്ടെടാ ബാലരെ. ശങ്കരനാരെ ചെല്ല്, നമുക്ക് വീണ്ടും കാണാം. കാണണം. ഓ ആ വാ മോളെ. ഡ്രൈവർ വണ്ടി തിരിക്കേ. ഓ. നിർത്ത്. ഇപ്പം എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ രണ്ട് കുടുംബങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയുമെന്ന്. തൃപ്തിയായില്ല എനിക്ക്. നിന്നെപ്പോലൊരു മകന് ജന്മം നൽകിയ ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അച്ഛൻ ഇനി നാട്ടിലെത്തേണ്ടത് കിഴക്കേടത്തെ തറവാടിന്റെ മുറ്റത്ത് കാലൂത്താനായിരിക്കണം. ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് നമുക്ക് സാധിക്കച്ച. ശരി, ഞാൻ പോയിട്ട് വരാം. പണ്ടിവിടുന്ന് ഒളിച്ചോടിപ്പോയ കിടക്കേടത്തെ രാജന്റെ മകനാണല്ലേ നീ? നിന്റെ ലക്ഷ്യം രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കുക എന്നതാണല്ലേ? അതെ കുമാരൻ, ഞാൻ ഈ രഹസ്യം ആദ്യം പുത്തേടത്ത് പറയണോ അതോ കിഴക്കേടത്ത് പറയണോ? ഞെട്ടിപ്പിക്കുന്ന രഹസ്യം കിട്ടി മുതലാളി. ഞാനൊന്ന് പറയുന്നത് കേക്ക്. കേൾക്കേണ്ടതെല്ലാം കേട്ട് കഴിഞ്ഞു, ഇനി കേൾക്കേണ്ടവർ ഞാൻ കേൾപ്പിച്ചോളാം. ഇത് 1500 വർഷം പഴക്കമുള്ള പഞ്ചലോഹ വിഗ്രഹമാണ്. ആദ്യം ഇതിന്റെ വില പറ. ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് അങ്ങ് ഉറപ്പിക്കാം. വെറും 1.5 ലക്ഷോ? അത് നഷ്ടം എനിക്ക്. ഒരു കാര്യം ചെയ്യാം, കുറയ്ക്കണ്ട, നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് അങ്ങ് 2 ലക്ഷം ഉറപ്പിക്കാം. രൂപ. എന്താണ് അവിടെ? കള്ളൻ 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 എവിടെ? ദേ, സാറേ ഈ വിഗ്രഹം സാറിന്റെ വീട്ടിലല്ലേ? അതെല്ലോ, ഇതെങ്ങനെ ഇവിടെ വന്നു? സാറേ, കാര്യവൻ പുത്തേഴത്തെ കാര്യസ്ഥനായിരുന്നെങ്കിലും കളവിന് കൂട്ടേക്കാൻ എനിക്കാവില്ല. എന്റെ അമ്മച്ചി ഇടി കൊണ്ടതിന് ശേഷം വിളിക്കടാ എന്റെ അമ്മച്ചിന്ന്. അതെ. ഇയാളെന്താ ഇവിടെ? ഇവന്മാരായി കള്ളനെ ഫോളോ ചെയ്ത് വന്നത് സത്യസത്യമാരാ. ഉണ്ടച്ചോറിന് നന്ദി. സാറേ, എനിക്കൊരു അത്യാവശ്യം പറയാനുണ്ട്. സാറിന് നിനക്ക് അനാവശ്യം പറയാനിരുന്നോ? അവനെ അടിക്കണം സാറേ. അതൊക്കെ നീ അങ്ങ് കോടതി ചെന്ന് പറഞ്ഞാ മതി. കോടതിയിലല്ല, പുത്തേഴത്ത് പറയാനുള്ളതാ. എന്താടാ ഉത്തേടത്തെ കാര്യം കിഴക്കേടത്തുകാരോട് പറയാനുള്ള ധൈര്യം നിനക്കുണ്ടോ? എന്റെ അമ്മേ, ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കേസും ഇവന്റെ തലയിലോട്ട് വെച്ചേരെ. പിടിച്ച് വണ്ടി കെട്ട്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. അതൊക്കെ പറഞ്ഞാ മതി മുത്തശ്ശ, എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, അച്ഛൻ ഏത് അമ്പലത്തിലേക്കാ പോകുന്നത്? കുടുംബക്ഷേത്രത്തിലേക്ക്. അതിന് അവിടെ പൂജയുണ്ടോ?
വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ തിരി തെളിച്ചു. ദേവിയുടെ അഭീഷ്ടം അതാണ്. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ വഴക്കം വെക്കാനൊന്നും വേണ്ട, ദോഷമാവും. അച്ഛൻ ഇത് എങ്ങോട്ടാ ഇത്ര ധൃതിയില്ലേ? എനിക്കൊന്ന് അമ്പലം വരെ പോണം. നമ്മുടെ അമ്പലത്തില് കാർത്തികയുടെ എന്നാരോ ദീപം തെളിയിച്ചിട്ട് പറഞ്ഞു കേട്ടല്ലോ. ഞാനാ തെളിയിച്ചത്. ഇനി നിത്യം അവിടെ പൂജ ഉണ്ടാവും. പ്രശ്നവശാൽ ദേവിയുടെ അഭീഷ്ടമാതാ. ഇനി അതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട, ദോഷമാണ്. മുത്തശ്ശ, ആ എന്താ മോളെ? ഞാനും ഉണ്ട് അമ്പലത്തിലേക്ക്. ആ കേറിക്കൊള്ളൂ. ആ. മുത്തശ്ശ, നമ്മുടെ കാര്യസ്ഥനല്ലേ അത്? ആണല്ലോ. ഡ്രൈവർ വണ്ടി നിർത്തും. താനെങ്ങോട്ടാ? അമ്പലത്തിലേക്ക്. ഇന്ന് അച്ഛന്റെ പിറന്നാളാ. കുടുംബക്ഷേത്രത്തിൽ ഒരു വഴിപാട് കഴിക്കണം. അതിന് തന്റെ കുടുംബക്ഷേത്രം ഇവിടെ? അല്ല, സാറിന്റെ കുടുംബക്ഷേത്രത്തില്. ആ എന്നാ വണ്ടി കയറി, ഞാനും അങ്ങോട്ടാ. ആണോ? എന്നാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഏ അയ്യോ, അല്ല സോറി, ഞാനൊന്ന് കേറണേ. ആ കുറച്ച് നേരമായല്ലേ വന്നിട്ട്. ഞാൻ തൊഴുതിറങ്ങി. കുറെ വഴിപാടുണ്ടായിരുന്നു. ആ. മക്കളെ വെട്ടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വലിയ പാടാ. അപ്പൊ ഭഗവതിയെ കാണാനല്ല ബാല ഇവരുടെ വരവ്, ഇവർക്ക് തമ്മി കാണാനാ. ഞാനൊന്ന് തൊഴുതിട്ട് വരാം. വാ മോളെ. ശരി സാർ. ഉണ്ണി, ഇന്നെന്റെ മകന്റെ പിറന്നാളാണ്. എന്താ നോക്കുന്നേ? ഇന്ന് നിനക്ക് വല്ല വിശേഷമുണ്ടോ? ഏയ്, സ്വന്തം അച്ഛന്റെ പിറന്നാള് മകൻ ഓർമ്മയില്ലാണ്ടിരിക്കുവോ? നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. തൽക്കാലം മറ്റാരും ഇത് അറിയണ്ട. പരസ്പരം കടിച്ചു കീറാൻ ഒരുങ്ങി നിൽക്കുന്ന കുടുംബങ്ങളുടെ 2 കണ്ണുകൾ മാത്രമേ നിനക്ക് ഇണക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരിപ്പോഴും അവരറിഞ്ഞാൽ നിന്റെ ലക്ഷ്യം പൂർത്തിയാകില്ല. ഉണ്ണി പോയി പ്രാർത്ഥിച്ചിട്ട് വാ, അച്ഛൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി. ചെല്ലടോ കാര്യത്തും കൃഷ്ണനുണ്ണി. കൃഷ്ണവാര്യർ എന്ന മുത്തശ്ശന്റെ പേരോട് ചേർത്ത എനിക്ക് എൻ്റെ അച്ഛൻ കൃഷ്ണനുണ്ണി എന്ന് പേരിട്ടത്. അത്രയ്ക്ക് സ്നേഹ എൻ്റെ അച്ഛന് മുത്തശ്ശനോട്. അയ്യേ, ഇങ്ങനെയാണ് ചന്ദനം തൊടുന്നത്? അയ്യോ, കുഴപ്പമായോ? വേണ്ട വേണ്ട, നിക്ക്, ഞാൻ ശരിയാക്കി തരാം. എന്താ അവിടെ? സ്വാമിയേ ശരണയ്യപ്പ. അത് ഭഗവതിയാ. ഭഗവതിയേ ശരണയ്യ, രക്ഷിക്കണേ. അഡ്രസ് മാറി വിളിച്ചതിന് ക്ഷമിക്കണേ. നിങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമാണല്ലോ. നിനക്കവനെ ഇഷ്ടമാണ്? അത് അയാള് വീട്ടില് കാര്യസ്ഥനല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞാൽ മറ്റാരോടും പറയില്ല എന്ന് ഭഗവതിയെ മുൻനിർത്തി സത്യം ചെയ്യാമോ? സത്യം. അവൻ വെറും ഒരു കാര്യസ്ഥനല്ല, എന്റെ പേരക്കുട്ടിയാ. കൃഷ്ണനുണ്ണി എന്റെ രാജന്റെ മോന. കലഹിച്ചു നിൽക്കുന്ന 2 കുടുംബങ്ങളെ ഒന്നു ചേർക്കാനുള്ള ഉറച്ച ലക്ഷ്യത്തോടെ വന്നവനാ എന്റെ ഉണ്ണി. എന്താ പറഞ്ഞേ? എവിടെ വല്ല കുറുമ്പും കാണിച്ചോ? കെട്ടിക്കാരായി വികൃതി തന്നെ ഇതുവരെ മാറിയിട്ടില്ല. ഇവളെന്റെ പുന്നാര മോളല്ലേ. ഞാനത് പുറത്ത് വല്ലം വച്ചിട്ട് വരാം. വാ മോളെ. കൃഷ്ണനുണ്ണിയേ, ഞാൻ ആ ആലിന്റെ വലിപ്പം കണ്ട് നോക്കിയതാ. ഞാനും പണ്ട് പല ആലിന്റെയും വലിപ്പം നോക്കിയിട്ടുണ്ട്. നല്ല ഐശ്വര്യമുള്ള കുട്ടിയല്ലേ. ഏത് കിട്ടി? ഞാൻ പെൺകുട്ടികളുടെ മുഖത്തേ നോക്കാറില്ല. എടാ, നീ വയസ്സുകാലത്ത് എന്നെ കൊണ്ട് തെലുങ്ക് പറയിക്കരുത്. എടാ, നല്ല അടക്കു ഒതുക്കമുള്ള കുട്ടിയാ. പത്തരമാറ്റി മലയാളി പെങ്കൊച്ച. വിട്ടുകളയണ്ട, വളച്ചോ. ഒരു മുത്തശ്ശന്റെ വായിന്ന് വീഴുന്ന വർത്താനത് ഒന്നുകൂടി പറഞ്ഞേ. ഞാൻ പറയില്ല. ഒന്നുകൂടി പറയും മുത്തശ്ശ. വളച്ചോടെ അല്ലെങ്കിൽ വല്ല ആമ്പിളിനെ കുത്തിക്കൊണ്ട് പോവും. ആ, മൊത്തം
18 കേട്ടോ. ഏയ് നിനക്ക് ഇവരൊന്ന് സഹായിച്ചൂടെ? പിന്നെ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ ഞാൻ വെറുതെ ഇരിക്കായിരുന്നു. ഇന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. ഉണ്ണി, അല്ല കിഴക്കേടത്തെ മുറ്റത്ത് എന്താണ് ഒരു പന്തലൊരുക്കം? രാവിലെ മുതൽ തുടങ്ങിയതാ, എന്താന്നറിയില്ല. മുത്തശ്ശനെ വിളിച്ചും ചോദിച്ചാലോ? ആ, എന്നിട്ട് അത് ആരെങ്കിലും കണ്ടാ മതി. ആ, അല്ല നമുക്ക് ഈ എഴുതി ചോദിച്ചാലോ? ആ. എന്റെ സപ്തതിയാണ്. പുത്തെഴുത്ത് ക്ഷണിക്കാതിരിക്കരുത്. തീർന്നില്ലേ ഇതുവരെ? ദേ, അകത്തെ കസേരയുടെ ഒന്ന് പോളിഷ് ചെയ്യണം. ഇവിടെ ക്ഷണിക്കാൻ പറഞ്ഞ എന്റെ പൊരുള് മുത്തച്ഛന് മനസ്സിലായി കാണൂലേ? ഒന്നുകൂടി എഴുതി ചോദിച്ചാലോ? പരസ്പരം വന്നു ചേരാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്. ഡോ, താനിങ്ങ് വന്നേ. എന്തേ എന്താ ചേച്ചി ഇതിനെ വിളിച്ചത്? ഇനി എപ്പോഴെങ്കിലും അടിക്കണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ വരാം. എന്തു പറയുന്നു? രസ്യം അടി 1.5 ടൺ വെയിറ്റ് ഉണ്ട്. ഭഗവാനെ. എനിക്ക് ലെറ്റർ മലയാളം ഇതാരെ കൊണ്ടാ ഒന്ന് വായിപ്പിക്കുക? തേങ്ങ 500, പിണ്ണാക്ക് 800. പിണ്ണാക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കഴിക്കണ്ട? അതെ. നീയാണോ? അതെ, ഞാനാണ്. നീയാണോ പിണ്ണാക്ക് കഴിക്കുന്നത്? പിണ്ണാക്ക് തിന്നുന്നത് ഞാനല്ല, ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാ. വായിക്ക്. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതൊക്കെ ഉണ്ട്, വായിക്ക്. ഇത് വായിക്കേണ്ട കാര്യമില്ല. കേൾക്കേണ്ട കാര്യം എനിക്കുണ്ട്, വായിക്ക്. എന്നാ പിന്നെ നിനക്ക് വായിച്ചൂടെ? എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. ഓ, അപ്പൊ തമിഴ് ഇംഗ്ലീഷ് ഒക്കെ? അത് പിന്നെ ഒട്ടും അറിയില്ല. വായിക്ക്. പരസ്പരം. നീ എന്താ ചെവി പത്ര? എടാ, ഇത് വായിച്ചാ മതി, നീ കേൾക്കണ്ട, ഞാൻ കേട്ടോളാം. വായിക്കടാ. പരസ്പരം ഒന്നു ചേരാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്. ഇപ്പൊ ഞാൻ കേട്ടു, നീ കേട്ടില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. ഈശ്വരാവക്ക് എന്നോട് അത്ര ഇഷ്ടോ? അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. നിനക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ഞാൻ കുറെ തുക ചെലവാക്കി. ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് പിന്നെ ഇതിനാ ചെലവാക്കിയത്. ഒരു രഹസ്യം അറിയാൻ. എന്ത് രഹസ്യം? പുത്തേഴത്തെ കാര്യസ്ഥൻ കൃഷ്ണനുണ്ണിയെ കുറിച്ചുള്ള രഹസ്യം. ആ രഹസ്യം കേട്ടപ്പോ കിട്ടിയ ശിക്ഷ ഇതാണെങ്കിൽ ഇനി അത് പറഞ്ഞാലോ? വേണ്ട വേണ്ട, ആ രഹസ്യം എന്റെ തലയിൽ തന്നെ ഇരുന്ന് ക്ലാവ് പിടിച്ചോട്ടെ. നിന്റെ കാര്യസ്ഥ പണി തട്ടിയെടുത്ത് നിന്നെ വരും കറിവേപ്പിലയാക്കി പോലീസുകാരെ കൊണ്ട് ഇടിപ്പിച്ച് നിന്റെ പരമ്പരാഗത ഗ്രന്ഥികളെ തകർത്ത ആ തെണ്ടിയോട് നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. ടാക്സി! എന്താ ഇവിടെ ഒരു കണക്കെടുപ്പ്? അല്ല, സപ്തതിക്ക് ഏകദേശം എത്ര പേര് വരും നോക്കുമായിരുന്നു. എന്റെ ഓഫീസിന് 25 പേര് കാണും. 30 പേരെ എഴുതിയിട്ടുണ്ട് ഞാൻ. അച്ഛൻ്റെ എങ്ങോട്ടാ? പുത്തേഴത്ത് വരെ. സപ്തതിക്ക് ക്ഷണിക്കാനായിരിക്കും. അച്ഛന്റെ ഒരു തമാശേ. തമാശയല്ല, ക്ഷണിക്കാൻ തന്നെയാ പോകുന്നത്.
അയൽക്കാരെ ക്ഷണിക്കാതിരിക്കുന്നത് മര്യാദകേടാണ്. പുത്തേഴത്തെയും കിഴക്കേടത്തെയും കാരണവന്മാര് ഒരുമിച്ച് അമ്പലത്തിൽ തിരി തെളിച്ചു എന്നറിഞ്ഞപ്പോ ഒന്നും പറയാതിരുന്നത് ഭഗവതിയുടെ കാര്യമായതുകൊണ്ടാ. ഇതങ്ങനെയല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതം ചോദിച്ചിട്ടല്ല ഞാൻ നിങ്ങളെ വളർത്തി വലുതാക്കി ഈ നിലയിലാക്കിയത്. ഇനിയിപ്പോ നിങ്ങളുടെ സമ്മതം ചോദിച്ചിട്ട് വേണ്ട എൻ്റെ സപ്തതിക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരെ ക്ഷണിക്കാൻ. ഈ വെള്ളക്കഷായത്തിന്റെ കൂട്ട എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞാടാ. അല്പാൽപ്പം കഴിച്ച് കഴിച്ച് ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. ആ മാധവനാണല്ലേ? ഞാൻ കരുതി ആ കിഴക്കേടത്തെ തൊണ്ടിയ മാറിനായിരിക്കും. അയ്യോ ദൈവമേ, ഞാൻ കിഴക്കേടത്താണോ ഇത്ര നേരം ഇരുന്നത്? നിക്കടോടെ ശങ്കരൻ നായരില്ലാത്ത വിളിക്കടോ അയാളെ. ദൈവമേ, ഞാൻ പുത്തേഴത്ത് തന്നെയാണല്ലോ. വെക്കുന്ന വെടിയല്ല ഉന്നം തെറ്റുകയാണോ മക്കളെ? ഓ, കുടിക്കുന്ന ശീലമുണ്ടോ? വയറ് കണ്ടോണ്ട് നീ ആരോടെ പറയാന്നറിയോ? മുത്തശ്ശ കേറി വാ. എന്താ ഇവിടെ? വീട്ടിൽ കയറി വന്ന അതിഥിയോട് കയറിയിരിക്കാൻ പറയാനുള്ള മര്യാദ കൈമോശം വന്നോ പുത്തേഴത്തെ കുട്ടികൾക്ക്? വരണം വരണം, കൃഷ്ണവാര്യർ ഇരിക്കണം. ഞാൻ എൻ്റെ സപ്തതിക്ക് ക്ഷണിക്കാൻ വന്നതാണ്. ശങ്കരൻ നായരും കുടുംബവും പങ്കെടുക്കണം. തീർച്ചയായിട്ടും. എടോ മേജറെ, ഓ, കാലം മാറ്റാത്ത വാശിയും വൈരാഗ്യം ഒന്നും ലോകത്തില്ലാന്ന് സമയം കിട്ടുമ്പോ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തന്നോടാ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞ മേജർക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അതെ, ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരുമിക്കുന്ന കാലം വരൂന്ന്. എപ്പോ? എപ്പോഴോ?